ഹലോ, നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണെന്നറിയോ, ഒരു കുറച്ച് സ്ഥലം, കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു 10-25 സെൻറ്റ് സ്ഥലം. ആ സ്ഥലത്തിൽ ഒരു ബിൽഡിംഗ് അല്ല, ബിൽഡിങ്ങിനോട് എനിക്ക് താല്പര്യമില്ല. ഈ പഴയ നാലുകെട്ട് പോലത്തെ ഒരു പുര. ഓക്കെ, അതിൻ്റെ ബാക്കിൽ ഒരു തൊഴുത്ത്. ആ തൊഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു പശു, അതിൻ്റെ ഒരു കുട്ടി. അത് ഒരു ചന്തമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇഷ്ടം പോലെ പൂച്ചെടികൾ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക, നിറയെ ഭംഗിയിൽ വയ്ക്കുക, കുറേ പുല്ലുകൾ വളർത്തുക, കുറേ കിളികൾ. നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു ചായയും കൊണ്ട് പുറത്ത് വരുമ്പോൾ നല്ല ഒരു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 4 മണിക്ക് ഒരു സുപ്രഭാതം വയ്ക്കുക. ആ സുപ്രഭാതം കേട്ടുകൊണ്ട് ഈ കിളികളുടെ നാദങ്ങളും അണ്ണാൻ പക്ഷികൾ, കാക്കകൾ, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കരച്ചിലുകൾ, പിന്നെ സുപ്രഭാതം, അങ്ങനെ ഫ്രണ്ടിലിരുന്ന് ചായ കുടിക്കുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, അത് ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗവും കൂടി നമ്മൾക്ക് വേണം. കാരണം ചെറുപ്പകാലങ്ങളിൽ കഷ്ടതയായിരുന്നു. ഇതൊന്നും ആസ്വദിക്കാനുള്ള അന്ന് ബുദ്ധിയുമില്ല. അന്ന് പിന്നെ ഒരുമാതിരി പ്രായമായപ്പോൾ ഭർത്താവിനും മക്കൾക്കും എല്ലാത്തിനും വേണ്ടി ജീവിതം അങ്ങനെ കുറേ പോയി. ഇപ്പോൾ 2 വ്യക്തികളെ നോക്കാൻ വേണ്ടി, കുടുംബം നോക്കാൻ വേണ്ടി ഞാൻ നാട് വിട്ട് വന്നിട്ട് 14 വർഷമായി. അതിൽ 6 വർഷം ഞാൻ നാട്ടിലേക്ക് പോകാതെ കുവൈറ്റിലിരിക്കുന്നു. അതിൽ ചില കാരണങ്ങളുണ്ട്. ഇന്ന് കുവൈറ്റിൽ അറബി വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ കിളികളിൻ്റെ ശബ്ദമോ ഇല്ലെങ്കിൽ സുപ്രഭാതമോ ഇന്നെല്ലാം മൊബൈലിലുണ്ട്, എന്നാലും നമ്മുടെ നാട്ടിലുള്ള ആ ഒരു സുഖം നമുക്ക് ഗൾഫിൽ കിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ വീട്, അതിനിങ്ങനെ വളഞ്ഞിങ്ങനെ തിരിഞ്ഞിങ്ങനെ വീട്ടിൻ്റെ ഉമ്മറത്ത് കൊണ്ടുപോയിട്ടൊരു സൈക്കിളോ വണ്ടിയോ സ്കൂട്ടറോ അങ്ങനെയുള്ളതെല്ലാം വെച്ച് ഒരു ഭംഗി. വൈകുന്നേരം ഒരു 4 മണി വെയിൽ കുറയുന്ന സമയത്ത് പറമ്പിൽ കൂടെ എല്ലാം നടന്ന് എല്ലാത്തോടും സംസാരിച്ച്, ചെടികളോടും പൂമ്പാറ്റകളോടും പുഴുക്കളോടും എല്ലാവരോടും സംസാരിച്ച് രാവിലെയും വൈകുന്നേരവും, അതെല്ലാം ഒരു സുഖമുള്ള ഒരു കാലങ്ങളാണ്. ഇനി ഒരിക്കലും എനിക്ക് ഇന്ത്യയിൽ ജീവിക്കണം, കേരളത്തിൽ എൻ്റെ നാട്ടിൽ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ജീവിതം ഗൾഫ് നാട്ടിൽ അവസാനിക്കുമോ, ഇനി എന്തെങ്കിലും എനിക്കൊരു തിരിച്ചുപോക്ക് ഈ നാട്ടിലേക്ക് ഉണ്ടാകുമോ എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത കുറേ വിഷമങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ അതെല്ലാം എൻ്റെ ഈ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനും കുറ്റങ്ങൾ പറയാനോ സംസാരിക്കാനോ ഒന്നിനും ഞാനില്ല. എനിക്കതിന് പറ്റില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ഇവിടുന്ന് ഞാൻ കുവൈറ്റിൽ നിന്ന് എൻ്റെ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവികമായിട്ട് പോകാനുള്ള ഒരു ഒരുക്കമാണ്. അതുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാൻ തയ്യാറല്ല. എനിക്ക് സ്വത്തും വേണ്ട, മുതലും വേണ്ട, വീട് വേണ്ട, പണവും വേണ്ട, സ്വർണം വേണ്ട, എനിക്കൊന്നും വേണ്ട. സമാധാനം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാതെ പോയത് ഒന്ന് മാത്രമേ ഉള്ളൂ, സമാധാനം, സന്തോഷം. എന്നെ ആരും സന്തോഷിപ്പിച്ചിട്ടില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ സ്നേഹിച്ചത് എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ നാട്ടിലെത്തിയാൽ അതുതന്നെയാണ് എൻ്റെ തീരുമാനം. അതിൻ്റെ ഇടയിൽ എന്നാൽ കഴിയുന്ന സഹായങ്ങളും ഞാൻ ആൾക്കാർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ കയ്യിലുള്ള കാലം വരെ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും ബായ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.